ഞാൻ ഇന്ന് എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈവനിങ് എല്ലാവരും വീഡിയോ എടുക്കുന്നത് കാരണം രാവിലെ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലായിരുന്നു എടുക്കാനായിട്ട്. രസമായിരുന്നു, പിന്നെന്താ ചേനത്തോരന, അത് വേണമെങ്കിൽ കണ്ടൻറ്റാക്കി എടുക്കാമായിരുന്നു, പക്ഷെ മറന്നുപോയി. പിന്നെ എന്താ മീൻകറി ഉണ്ടായിരുന്നു, നല്ലൊരു മീൻകറി വെച്ചു, പക്ഷെ അതും എടുക്കാൻ വിട്ടുപോയി. രാവിലെ അങ്ങനെ ഇങ്ങനെ പോരുന്നു. പക്ഷേ ഞാനിപ്പോൾ കോളിഫ്ലവറിൻ്റെ ഒരു കറി ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ചെയ്തതാണ്. ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ വെള്ളം വെച്ച് ലേശം മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ഈ തിളച്ച വെള്ളത്തിൽ കോളിഫ്ലവറിനെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇടുക. എന്തിനാണെന്നറിയാമോ, പുഴു ഉണ്ട് അതിനിടയിലെന്നുണ്ടെങ്കിൽ ആ പുഴു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതങ്ങ് ചെയ്യാൻ പോവാം. അപ്പോൾ അതേ ഞാൻ ഇങ്ങനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചു. അപ്പോൾ പുഴു എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറാൻ വേണ്ട. പക്ഷെ ഞാൻ നോക്കിയാണത് ഇട്ടത്. അപ്പോൾ അതിനകത്ത് പുഴു ഇല്ലായിരുന്നു. പക്ഷെ അഥവാ ചിലപ്പോൾ അറിയത്തില്ല, നമുക്ക് അവത്ത് വെച്ചാൽ ചിലപ്പോൾ പുഴുവിനെ കിട്ടിക്കൂടാ എന്നില്ല. അപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ കുറച്ച് നേരം കിടക്കുമ്പോൾ പുഴുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചത്ത് പൊങ്ങും. ഉണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂടുവെള്ളത്തിലിടുന്നത്. അപ്പോൾ പ്രത്യേകം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതത്രയായിട്ടിരിക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവാളയും കുറച്ച് 2 ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ അരിഞ്ഞുകൊണ്ട് വരാം. കടുക് വറക്കാനായിട്ടൊക്കെ ഇട്ടു. ചെറിയുള്ളി അരിഞ്ഞും കടുക്, വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടട്ടെ. എന്താ ഞാൻ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് ചേർത്തു. എന്താ നല്ല മൂത്ത മണം വരുന്നുണ്ട്. അതിനകത്തേക്ക് സവാള, കുറച്ച് സവാളയും കൂടി ഞാൻ അതിനകത്തേക്ക് ചേർത്തു. കുറച്ച് സവാള ചേർത്തിട്ട് അതിലേക്ക് തുമ്പൊന്നും ഞാൻ കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് സവാള നന്നായിട്ട് വറുത്ത് അതിലെ കല്ലേ തുമ്മിയത് കേട്ടോ, തിരിഞ്ഞ് നിന്ന് തുമ്മിയത്. തുമ്മിയ സൗണ്ട് കേട്ടുകൊണ്ട് ഇനി പാത്രത്തിലേക്ക് തുമ്മി എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. മുഖം മാറ്റി പിടിച്ചിട്ടാണ് ഞാൻ തുമ്മിയത്. അപ്പോൾ ഇതേ ഇങ്ങനെ മുഖം തിരിച്ചു പിടിച്ചിട്ടാണ് ഞാൻ തുമ്മിയത്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, പാത്രത്തിനകത്തോട് ഞാൻ തുമ്മിയിട്ടില്ലേ. അപ്പോൾ കാരണം ഇത്രയും പേർക്ക് കൊടുക്കേണ്ട ഫുഡ്, അപ്പോൾ അതുകൊണ്ട് തെറ്റില്ലേ അങ്ങനെ ചെയ്യണത്. സവാള നന്നായിട്ട് ഞാനൊന്ന് വാട്ടിയെടുക്കട്ടെ. സവാള വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒരു 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇത്രയും പച്ചമുളകും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇടുക. 4 ഞാനൊരു തക്കാളിയും കൂടി ഇട്ടു, 5-6 പച്ചമുളക് ഇട്ടു, 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇട്ടു. അപ്പോൾ ഇത്രയും കൂടി ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. അപ്പോൾ ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയിട്ട് വരാം. ഇത്രയും നന്നായിട്ട് ഞാൻ വഴറ്റിയിട്ടുണ്ട്. അതായത് ഇനി ഇതിനകത്തേക്ക് ഞാൻ പൊടിവകലിടാൻ പോകാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി. അപ്പം ഞാൻ ലേശം ഞാനൊരു ജീരകപ്പൊടിയും കൂട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇത് പൊടി ഇട്ടിട്ട് ഞാനിങ്ങനെ വണ്ണായിട്ട് കാണിക്കാം. കാരണം എൻ്റെ കയ്യിൽ ക്യാമറയും തവിയും വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി ഇടാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാനൊരു കാര്യം ഇട്ടതിന് ശേഷം മാത്രം ഞാൻ എത്ര സ്പൂൺ വെച്ചിട്ടിരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം അല്ലാണ്ട് ഈ കയ്യിൽ ക്യാമറയും വെച്ചുകൊണ്ട് പിന്നെ കയ്യിൽ തവിയും വെച്ചുകൊണ്ട് എങ്ങനെയാണ് പൊടി ഇടുന്നത് ഞാൻ കാണിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് പൊടി ഇട്ടിട്ട് ഞാൻ തിരിച്ചു വരാം.
4 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല. ഗരം മസാലയ്ക്ക് കണക്കൊന്നുമില്ല, കാരണം ഞാൻ ബ്രാഹ്മിൺസ് ഗരം മസാല ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് വരാം. ഇവിടെ പൂച്ച സൗണ്ട് വരും, അത് വരുമല്ലോ സൗണ്ട്. ആണോ? അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കണം എന്ന് പറയുന്നത് പൊടിയുടെയൊക്കെ പച്ച മണം മാറാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം. ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിനകത്തേക്ക് പുഴുവൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നോക്കട്ടെ. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ലേശം കസൂരി മെത്തി ഇട്ട് കോക്കനട്ട് മിൽക്ക് പൗഡറും ചേർത്തു. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട്. കുറച്ച് സമയം അടച്ചു വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുണ്ട്, ഞാൻ ചപ്പാത്തിക്ക് നല്ല ഒരു അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി കേട്ടോ. അപ്പോൾ അങ്ങനെ കോളിഫ്ലവറിൻ്റെ ഒരു കറിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഇന്നത്തെ കോളിഫ്ലവർ ചപ്പാത്തിക്കുള്ള കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞു. എന്തോ വീഡിയോയ്ക്ക് ഒന്ന് ടൈമർ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നം, വീഡിയോ പെട്ടെന്ന് കട്ടായി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും വരേക്കും എല്ലാവരോടും ടാറ്റാ.